ഹലോ, ഇപ്രാവശ്യത്തെ വീഡിയോ ഒരു ടോക്കാവാമെന്ന് വിചാരിച്ചു. ബേസിക്കലി നമ്മളൊരു പുതിയ ഇയറിലോട്ട് വന്നത് കാരണം 2025 ആയത് കാരണം തന്നെ 2024 എൻ്റെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ പോലെ നമുക്ക് അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ മൈൻഡിൽ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും കൂടുതൽ നമ്മുടെ മൈൻഡിൽ കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ, അപ്പോൾ ഒരു പോസിറ്റീവ് ഇയർ ആയിരുന്നു അല്ലേ എന്നെനിക്ക് തോന്നിയ ഒരു ഫീല് കാരണമാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എൻ്റെ ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 2024 എനിക്ക് ഹാപ്പിനെസ് അച്ചീവ് ചെയ്തു എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളും പ്ലസ് ഞാൻ മെൻ്റലി എനിക്ക് എന്തൊക്കെ പ്രോബ്ലംസ് അല്ലെങ്കിൽ മെൻ്റലി ഞാൻ എങ്ങനെ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടും ഉള്ളതുള്ളൊരു വീഡിയോ ആണ്. ബേസിക്കലി ഇതൊരു മിക്സ്ചറാണ്. പോസിറ്റീവ്സും നെഗറ്റീവ്സും ആസ് ഓൾവേസ് എവറിബഡീസ് ലൈഫ് ഹാവ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ഇൻ എവറി സിറ്റുവേഷൻസ്. അപ്പോൾ അതുകൊണ്ട് ഇതിലെല്ലാം മിക്സ്ചറായിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോസിറ്റീവ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഓൾസോ ഫിസിക്കൽ തിങ്സ്, അതായത് ഞാൻ ഫിസിക്കലി നമ്മളെങ്ങനെ ഹാപ്പിയായി ഇരുന്നു, എന്തൊക്കെ നമ്മൾ വിചാരിച്ചത് നടന്നു. അപ്പോൾ അതിലെ ഫസ്റ്റ് തിങ് ആണ് ഗോഡ് ജോബ് ഇൻ ജാൻ. അപ്പോൾ ഞാൻ ജാനുവരി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2024 ജോലിക്ക് എൻ്റർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഫ്രം ജാനുവരി ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് സാലറി. അതന്നെ ഒരു വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു നല്ല മൊമെൻ്റ് ആയിരുന്നു. കാരണം ഞാൻ വിചാരിച്ചൊരു പ്രൊഫൈൽ ഏറെക്കുറെ മാച്ച് ചെയ്ത പോലെ കിട്ടും ചെയ്തു. ആൻഡ് ഓൾസോ കുഴപ്പമില്ലാത്ത സാലറി, അങ്ങനെയൊക്കെ പാടായിട്ട്. പിന്നെ രണ്ടാമത്തെ അച്ചീവ്മെൻറ്റ് ഞാൻ പറയില്ല, എനിക്ക് ഹാപ്പിനെസ് കിട്ടിയ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ സോളോ ട്രിപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ സ്കോട്ട്ലൻഡിലേക്ക് ഫസ്റ്റ് സാലറിയിൽ തന്നെ ബുക്ക് ചെയ്തു. ഒറ്റയ്ക്ക് ചെയ്യണം എന്നായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് ഇന്ത്യയിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ കൂടെ തന്നെയല്ലേ പോകുന്നത്. അപ്പോൾ അതല്ലല്ലോ ഇവിടുന്ന് ചെയ്യുമ്പോൾ അതൊരു ഡിഫറെൻ്റ് ആണല്ലോ എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ ഇവിടുന്ന് കുറച്ച് ഇംഗ്ലീഷ്, ബ്രിട്ടീഷ്, സ്കോട്ടിഷ്, ഐറിഷ് അങ്ങനെ പല ഭാഗത്തു നിന്നുള്ള ആളുകളുടെ കൂടെ ഒരു സ്കോട്ട്ലാൻഡ് സോളോ ജേർണി ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ എൻ്റെ ട്രാവൽ ജേർണീനെ പറ്റി ഞാനിതിൽ പറയേണ്ട കാര്യമില്ല, കാരണം എല്ലാ സാധനവും അവിടെ റെക്കോർഡാണ്. യൂട്യൂബിൽ എല്ലാ സംഭവവും കിടപ്പുണ്ട്. 5 days സോളോ ട്രിപ്പിൻ്റെ 5 episodes 6 episodes അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല അച്ചീവ്മെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ആൻഡ് ഓൾസോ ഞാനൊരു ഒറ്റയ്ക്ക് ഒരു ഹോട്ടലിൽ പോയിട്ടൊരു അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ടൊരു ഹോട്ടൽ ബുക്ക് ചെയ്ത് രാത്രി അവിടെ സ്റ്റേ ചെയ്യാം. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളർന്നു വന്ന ചുറ്റുപാടിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെയ്യാൻ പറ്റിയൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മുമ്പ് പോകുമ്പോഴും ഗ്രൂപ്പ്സാണ്, അപ്പോൾ ടൂറിൽ ആൾക്കാരുണ്ടാവും, പിന്നെ അതേ ഹോട്ടലിൽ വേറെ സ്ഥലത്ത് ആളുകളുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഞാൻ കുറച്ച് ഇവോൾവ് ആയി എന്ന് തോന്നിയൊരു കാര്യമാണ്. എനിക്ക് എന്തൊക്കെയോ പുതുതായി ചെയ്യാൻ പറ്റി എന്ന് പറയുന്നൊരു കാര്യമാണ്. തേർഡ് തിങ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് മീൻസ് പ്രശാന്ത് ഏട്ടൻ കിളിമഞ്ചാരോ പോയ സമയം ഇവിടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ കുറച്ച് ചാലഞ്ചിങ് ആണെങ്കിലും ഐ ഫെൽറ്റ് അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയാൽ മാത്രമേ നമ്മുടെ പാർട്ട്നേഴ്സിനും അതുപോലെ ഹാപ്പി ആവാൻ പറ്റുള്ളൂ. മീൻസ് എനിക്ക് സോളോ ട്രിപ്പ് പോകുന്ന പോലെ തന്നെ എൻ്റെ പാർട്ട്ണറും സോളോ ട്രിപ്പ് പോകണമല്ലോ. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഗ്രോ ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കണം. അതിന് നമ്മൾ സ്വയം ഇൻഡിപെൻഡൻ്റ് ആവണം. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതൊരു നല്ല, ഇതിന് മുമ്പേയും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു അറിയാത്ത സ്ഥലത്താണ്. പിന്നെ എനിക്കിവിടെ അധികം സോഷ്യൽ ലൈഫിൽ അങ്ങനെ അധികം ആളുകളില്ല. അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം അതും ഒരു നല്ലൊരു കാര്യമായിട്ട് ഫീൽ ചെയ്തു. ആൻഡ് ഹി വാസ് ഓൾസോ ഹാപ്പി, കാരണം ഹി വെൻറ്റ് ആൻഡ് സബ്മിറ്റഡ് കിളിമഞ്ചാരോ. അപ്പോൾ അതൊരു വൈഫ് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് തന്നെയാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ് ഞാൻ ഏറെക്കുറെ മീറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു. ഒരു എനിക്ക് അങ്ങനെ ഭയങ്കര അച്ചീവ് ചെയ്ത കുറേ കാര്യങ്ങളധികം ഇല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസവും ഞാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്തു ചോദിച്ചാൽ ഇല്ല. പിന്നെ ഞാൻ ചെയ്തൊരു നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹെൽത്തിനെ പറ്റി ഞാൻ കുറച്ചുകൂടെ വിജിലൻ്റായി. ഞാൻ കുറച്ചുകൂടെ നമുക്ക് കിട്ടിയ ബോഡീനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. മാത്രമല്ല നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ഫീലിംഗ് വന്നിട്ടാണ് ഞാനങ്ങനെ ജിമ്മിൽ ചേർന്നത്. മുമ്പും ജിമ്മിൽ പോയിട്ടുണ്ട്, പക്ഷേ ദാറ്റ് വാസ് ആ ജിമ്മെന്ന് പറയുന്നത് ഞാൻ കോച്ചിങ്ങൊന്നും ഇല്ലാതെ പോയതായിരുന്നു. പക്ഷേ പിന്നെ ഒരു കോച്ചിങ്ങിനൊക്കെ പോയി. അങ്ങനെ ഒരു 3 മാസത്തോളം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആയപ്പോഴേക്കും നാട്ടിലേക്ക് വന്നു. അപ്പോൾ ആ 3 മാസം ഞാൻ ജിമ്മിന് കോൺസ്റ്റൻ്റായി പോയിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, നമ്മൾ എന്തിന് ജിമ്മിൽ പോകണം എന്നുള്ളതിനെ പറ്റിയിട്ട്. എനിക്ക് അതിനെപ്പറ്റി കുറച്ച് സംസാരിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തു. അതെന്നെ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
ദാറ്റ് ഓൾസോ ഗിവ് യു ഇൻഡിപെൻഡൻസ്, യു നോ, ഫ്രീഡം. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതിലൂടെയും. അങ്ങനെ അതൊരു നല്ല കാര്യമായി. പിന്നെ എനിക്ക് തോന്നിയിരുന്നു നാട്ടിൽ പോകണം, ഒറ്റയ്ക്ക് മീൻസ് ഞാനും കുട്ടിയും കൂടെ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അങ്ങനെ പാരൻസിനെ എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കുമരകം ട്രിപ്പ് പോയത്. കുമരകം ട്രിപ്പിൻ്റെ വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി അതിനെപ്പറ്റിയും കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. ഇനി മെൻ്റലി സ്പീക്കിംഗ്, ഞാൻ വലിയൊരു റിയലൈസേഷനിൽ എത്തിയ ഒരു ഇയറാണ് 2024. സത്യം പറഞ്ഞാൽ ഇറ്റ് വാസ് എൻ ഇമോഷണൽ റോളർ കോസ്റ്റർ ഫോർ മീ. പിന്നെ ഹെൽത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതൊക്കെ ക്ലിയറായി മനസ്സിലാക്കിയ ഒരു കൊല്ലമായിരുന്നു എനിക്ക് 2024 എന്ന് പറയുന്നത്. പിന്നെ വലിയൊരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഞാൻ ഒരു ഗുഡ് ഗേൾ സിൻഡ്രോമിൻ്റെ ഒരു വിക്ടിമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതൊരു വലിയ റിയലൈസേഷൻ ആയിരുന്നു. അതിന്ന് സ്ലോലി ഞാൻ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്താണെന്ന് മനസ്സിലായെന്ന് അറിയില്ല. ഗുഡ് ഗേൾ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല കുട്ടിയായി ഇങ്ങനെ ജീവിക്കുക. അതായത് നല്ല കുട്ടി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ നല്ല കുട്ടികളാണ്. അതായത് നമ്മൾ ഇത് ചെയ്യുന്നു, നമ്മൾ അവർ പറയുന്നത് അനുസരിക്കുന്നു, നമ്മൾ അവർ പറയുന്നത് ചെയ്യുന്നു, ഇവർ പറയുന്നത് ചെയ്യുന്നു, എല്ലാവരുടെയും കണ്ണിൽ നല്ലൊരു കുട്ടി. ഒരു സംഭവം ആണ് എൻ്റെ ഒരു നല്ലൊരു പേര് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും. അല്ലേന്ന് എനിക്കറിയില്ല. പക്ഷേ അത് അങ്ങനെയല്ല ശരിക്കും. അതല്ല, അതിലൊരു വലിയ തെറ്റുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കൊല്ലം കൂടാണ് 2024. ഇനി കമ്മിങ് ടു മെൻ്റലി സ്പീക്കിംഗ്, ആസ് ഐ സെഡ്, ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതിൻ്റെ കൂടെ ബാക്കിൽ പറയേണ്ട ഒരു കാര്യമാണ് വർക്ക് ലൈഫ് ബാലൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രവാസി എന്നുള്ള ലേബലിലോട്ട് മാറിയത്. കഴിഞ്ഞൊരു മുമ്പത്തെ കൊല്ലം മുതലാണ്. അതായത് 2023 നാട്ടിൽ പോയി വന്നതിന് മുതലാണ്. അപ്പോൾ അവിടുന്ന് മുതൽ തന്നെ എനിക്ക് ഒരു ചെറിയതായിട്ട് കുറേ മെൻ്റൽ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പേ ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഭയങ്കരമായി എന്നെ അത് ബാധിക്കുന്നത് 2023 നാട്ടിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഉണ്ടായ ഒരു സീരീസ് ഓഫ് ഇഷ്യൂസാണ്. ഞങ്ങൾ റിലേഷൻഷിപ്പിലും കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. ആൻഡ് ഇറ്റ് വെൻറ്റ് ടു സച്ച് എ പോയിൻറ്റ് ദാറ്റ് എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. കഴിഞ്ഞൊരു 6, 7, 8, 9, 10 മാസങ്ങളായിട്ട് എനിക്ക് ഉറക്കം കറക്റ്റല്ല. രാത്രി ഉറക്കം കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. മീൻസ് നമ്മൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ ഞാൻ ഈ ആങ്സൈറ്റി അല്ല, എനിക്ക് കുറച്ച് ടെൻഷൻസ് വരുന്നു. ഇങ്ങനെ ഓരോ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായതൊക്കെ രാത്രി ഓർമ്മ വന്ന് അങ്ങനെയാണോ എനിക്ക് ഉറക്കം പോകുന്നതെന്നായിരുന്നു. പക്ഷേ ലേറ്റ്ലി ഐ അണ്ടർസ്റ്റുഡ്, ഈവൻ ഇപ്പോൾ നമ്മളൊരു യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും അന്ന് രാത്രി എനിക്ക് ഉറക്കം വരുന്നില്ല. അതൊരു പക്ഷേ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെങ്കിലും പോവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തലേ ദിവസം എനിക്ക് ഉറക്കം ശരിയാവില്ല. ഇറ്റ് ഹാപ്പൻസ് ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങും. അത് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 1:30 അല്ലെങ്കിൽ 2 മണി അല്ലെങ്കിൽ 3 മണിക്ക് എണീക്കും. പിന്നെ നമുക്ക് ഉറക്കമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ ഒരു 8-9 മാസം കടന്നുപോയി. അതിൽ കുറച്ചൊക്കെ ഈ പ്രവാസി എന്നുള്ള രീതിയിലുള്ള ചില ചേഞ്ചസ് എന്നെ അഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. നാട്ടിൽ പോയ സമയത്തും നമ്മളവിടുന്ന് പോരുന്ന സമയത്ത് ഇതൊരു പ്രവാസി, എനിക്കറിയില്ല അത് എല്ലായിടത്തും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ട് ചെല്ലുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മോർ ഓർ ലൈക്ക് എ ഗസ്റ്റ് കൈൻഡ് ഓഫ് എ റോളിലാണ്. അപ്പോൾ നമ്മളില്ലാതെ ആളുകൾ അവിടെ അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കത് മനസ്സിലാവില്ല. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് പിന്നെയാണ് മനസ്സിലാവുക നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്ന ഒരു എക്സ്ട്രാ സ്പേസ് നമുക്ക് തരുന്ന പോലെ, ഒരു ഗസ്റ്റിനെ കൺസിഡർ ചെയ്യുന്ന പോലെ പല സമയത്തും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ പ്രാവശ്യം ജോലിയൊക്കെ കിട്ടിയിട്ട് പോയപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞാണ് കുറേ പേര് അതായത് ഈ പൈസയൊക്കെ വളരെ സിമ്പിളായിട്ടാണ് പ്രവാസിക്ക് കിട്ടുന്നത് എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ ഞാൻ ഒരുപാടല്ല 2-3 തവണ ഫേസ് ചെയ്തു. അങ്ങനെയുള്ളതിൽ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മളെവിടെ ജീവിക്കുകയാണെങ്കിലും ഒരാൾക്ക് പൈസ കൊടുക്കുകയാണെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവരവരുടെ അധ്വാനിച്ചിട്ടുള്ള കാശാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അവനൊരു പ്രവാസിയല്ലേ, അവളൊരു പ്രവാസിയല്ലേ, അവളുടെ അടുത്ത് പൂത്ത കാശുണ്ടാവും, ആ ഒരു രീതിയിലൊന്നും നിങ്ങളവരെ കാണരുത്. അവരെ അല്ലെങ്കിൽ ആരെയും കാണരുത്. ഇവിടുത്തെ ഒരു സിറ്റുവേഷനും ഇവിടുത്തെ ക്ലൈമറ്റും ഒക്കെ ഹൈലി ഡിപ്രസിങ് ആണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട്
നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ് എല്ലാവരും കാശുണ്ടാക്കുന്നത്. അപ്പോൾ ഐ ആം സീയിങ് ലോട്ട് ഓഫ് പീപ്പിൾ ആസ്കിങ് മണി. അതായത് നിനക്കൊക്കെ എന്താ പൈസ തന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മൾ പൈസ കൊടുക്കുന്നത് കൊണ്ടൊന്നുമല്ല, അങ്ങനത്തെ ഒരു കേസല്ല. പക്ഷെ അത് ഞാൻ കണ്ടു. ആൾക്കാരിലൊക്കെ ഭയങ്കര ചേഞ്ചസ് ആണ്. നമ്മൾ പുറത്ത് ഞാൻ 8 വർഷം ബാംഗ്ലൂരിൽ നിന്നപ്പോൾ എനിക്കില്ലാത്തൊരു ചേഞ്ച് ആയിരുന്നു. അന്നും ഞാൻ എന്താ പറയുക, എനിക്ക് കാശുണ്ടായിരുന്നു. ഞാൻ കരിയറുള്ള ആളായിരുന്നു. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു വ്യത്യസ്തമായ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ ആളുകളിൽ കണ്ടു. അതുപോലെ തന്നെ വീടുകളിലെയും സ്പേസസിലും നമ്മൾ ഔട്ടായി കാണും. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളൊരു ഗസ്റ്റിനെ പോലെ അവർ കുറച്ച് ഓവറായിട്ട് ട്രീറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു പരിപാടി. പക്ഷേ അപ്പോൾ നമ്മൾ എന്തോ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു എനിക്കപ്പോൾ. പിന്നെ വേറെ കുറച്ച് ഇഷ്യൂസ് സംബന്ധമായി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പാടായിട്ട് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായി ഞാൻ ഒരു നല്ലൊരു തീരുമാനത്തിലെത്തി. കാരണം അത്രയും ഉറക്കം പോയത് കാരണം തന്നെ ഒരു തെറാപ്പി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ ഇഷ്യൂസ് എല്ലാതും ഞാൻ അവരോട് പറഞ്ഞ് ഒരു 8-10 സെഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നാട്ടിലോട്ട് വന്നത് വിത്ത് എ ക്ലിയർ മൈൻഡ്. കാരണം എനിക്ക് ഞാൻ എന്നെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഫീലിൽ എനിക്ക് മെൻ്റലി ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നത് കാരണം തന്നെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എനിക്ക് എങ്ങനെ ബൗണ്ടറി വെക്കണം എന്നൊക്കെ അറിയണം എന്നുള്ള രീതി വെച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ബിക്കോസ് എൻ്റെ ഉറക്കം കംപ്ലീറ്റ്ലി കയ്യിൽ നിന്നെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ പോയിട്ട് മറ്റേ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വിറ്റാമിൻ ഡി വളരെ കുറവാണെന്നും. വിറ്റാമിൻ ഡി ടാബ്ലറ്റ് എടുക്കുന്നതോടുകൂടി കുറച്ചൊക്കെ എൻ്റെ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ കുറയാൻ തുടങ്ങി. ഇപ്പം ഞാൻ ഓക്കെയാണ്. അത് വിറ്റാമിൻ ഡി എടുത്തുകൊണ്ട് മാത്രമല്ല, നമുക്കൊരു സെൽഫ് റിഫ്ലക്ഷനും നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളെപ്പറ്റി മനസ്സിലാവുമ്പോഴും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മെൻ്റലി നിങ്ങളെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ചെക്ക് വെദർ ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ സംഭവം നമ്മുടെ മനസ്സിലോട്ട് വരുന്നുണ്ടോ നോക്കണം. സെക്കൻഡ് തിങ്, ഇത് നിങ്ങളുടെ ഉറക്കത്തിനെയോ ഭക്ഷണത്തിനെയോ എന്തിനെങ്കിലും ഡെയിലി റുട്ടീൻസിൽ എന്തിനെങ്കിലും ബാധിക്കുന്നുണ്ടോ നോക്കണം. പിന്നെ ഈ ഒരു ഇഷ്യൂ കാരണം നമ്മൾ വേറെ ആളുകളോട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടോ നോക്കണം. അതായത് നമ്മളോട് കൂടെ നിൽക്കുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് പേഴ്സണലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് എൻ്റെ ഉറക്കം പോകുന്നു, ഭക്ഷണം കഴിക്കൽ പോകുന്നു. പിന്നെ മാത്രമല്ല നമ്മുടെ കൂടെ താമസിക്കുന്ന ആളുകളെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ. ഈ 3 കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് പോയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു തെറാപ്പിയോ ഒരു സൈക്കോളജിസ്റ്റിനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെ എന്തായാലും കാണണം. അപ്പോൾ നിങ്ങൾക്ക് അവർ തന്ന ഉപദേശം കൊണ്ട് നിങ്ങൾ നന്നാവുക, അല്ലെങ്കിൽ നമുക്ക് പുറത്തുള്ള ആൾക്കാരെ നന്നാക്കാനൊന്നും പറ്റില്ല. പക്ഷേ നമുക്ക് സംഭവിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അവയർനെസ് ഉണ്ടായി. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ചില സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കുറച്ചുകൂടിയും എങ്ങനെ ഇനി നേരം പോലെ ആവാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അത് അവർ നമുക്ക് പറഞ്ഞു തരുന്നതല്ല, നമ്മൾ ഷെയർ ചെയ്ത് നമുക്ക് തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരികയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസിൽ, ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ, എൻ്റെ ഫാമിലിയിൽ തന്നെ ചില ആളുകൾക്കൊക്കെ അവർ ചെയ്യാത്ത തെറ്റുകളിലെ പ്രശ്നം കൊണ്ട് തന്നെ അവർ ചില പ്രശ്നങ്ങൾ അനുഭവിച്ച് അവർക്ക് ഷുഗർ, BP ഇതൊക്കെ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മെൻ്റൽ ഇഷ്യൂ നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കാൻ തുടങ്ങിയെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണണം എന്നുള്ളതാണ് എൻ്റെ 2025 നിങ്ങളോട് പറയാനുള്ളൊരു ടേക്ക് അവേ. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് ദ ഗുഡ് ഗേൾ സിൻഡ്രോം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. തേർഡ് തിങ് എന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസികളെ പറ്റി ഉള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്കൊരു കാര്യം ഫീൽ ചെയ്യുന്നതും പുറത്ത് വന്നിട്ട് നിൽക്കുന്ന ഒരാൾക്കത് ഫീൽ ചെയ്യുന്നതും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു കേസ് പറയുകയാണെങ്കിൽ എനിക്ക് സോഷ്യൽ ലൈഫ് കുറവാണ്. അതായത് ഇവിടെ അധികം ആളുകളില്ല. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ആരുടെയെങ്കിലും കയ്യിൽ നിന്നുണ്ടായാൽ ആ സംഭവം നമ്മളെ ഇവിടെ സാധാരണ ഒരാളത് കുറച്ച് കഴിഞ്ഞാൽ വിടും. പക്ഷെ ഒരു പ്രവാസി പക്ഷേ അത് അത്ര പെട്ടെന്ന് അവരുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല. മാത്രമല്ല, ചിലപ്പോൾ അത് നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്കത് ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ തീരുന്നതായിരിക്കും. പക്ഷേ ചില ഇൻസിഡൻസ് നമ്മുടെ മനസ്സിൽ കടന്നിങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2 ഫ്രണ്ട്സ് ഒരു മീറ്റ് ചെയ്തു എന്ന് വയ്ക്കുക. ഒരു നാട്ടിലേക്ക് വന്നിട്ട് അതിലൊരാൾ പ്രവാസിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് വിഷമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മീൻസ് അവർ രണ്ടിൽ അടി കൂടിച്ചെങ്കിൽ, ഈ സംഭവം അവിടെ ഉള്ള ഒരാളുടെ മനസ്സിൽ നിന്ന് അത് പെട്ടെന്ന് പോകും. പക്ഷേ
ഒരു പ്രവാസിയുടെ മനസ്സെന്നത് പെട്ടെന്ന് പോവില്ല. കാരണം വേറൊന്നുമല്ല, അവർ പിന്നെ പോകുന്നത് അതിനേക്കാളും കൺജസ്റ്റഡ് ആയ ഒരു സ്ഥലത്തിലോട്ടായിരിക്കും. പിന്നെ അവർക്ക് അതല്ലാതെ ചിന്തിക്കാനുള്ള കുറേ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കല്യാണം, നമുക്ക് മറ്റേത് അറച്ചത് പറഞ്ഞത്, പിന്നെ നമുക്ക് കൂടെ എപ്പോഴും ആളുകളാണ്. അപ്പോൾ ആ ആളുകളോടും ഈ ആളുകളോടും മറ്റുള്ളവരോടും ഇന്ന കാര്യങ്ങളും കല്യാണം ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരേ സാധനങ്ങൾ കുറേ നമ്മുടെ മുന്നിൽ എന്നും ഈവൻറ്റ്സ് വരുമ്പോൾ നമ്മൾക്ക് അതൊന്നും ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല. പക്ഷേ നേരെ മറിച്ച് ഇങ്ങനെ താമസിക്കുന്ന ആളുകളുടെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറെ ചിന്തകൾ കുറവായിരിക്കും. അവർക്ക് വേറെ ആളുകളോ വേറെ ഈവൻറ്റ്സൊക്കെ നമ്മൾ നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ ഒരുപാട് കുറവാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ഇത് കടന്ന് തിരിയാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. അത് അവരെ ഇമ്പാക്റ്റ് ചെയ്യും, അത് അവരുടെ ഹെൽത്തിനെ ഇമ്പാക്റ്റ് ചെയ്യും. ഞാൻ അങ്ങനെ പ്രവാസികളെ മാത്രമായിട്ട് പറയല്ല, നമ്മൾ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് തീർത്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതാണ് നല്ലത്. അത് മാത്രം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ 2024 സംഭവങ്ങൾ. അപ്പോൾ 2025 ഞാൻ കുറച്ച് തീരുമാനങ്ങൾ അതിൻ്റെ വെളിച്ചത്തിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെളിച്ചത്തിലെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞാനങ്ങനെ എന്താ പറയുക, കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനി അടുത്ത എപ്പിസോഡിൽ പറയാം. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇത് 10 minutes ആയി കഴിഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, പിന്നെ അത്യാവശ്യം കാശും സ്വസ്ഥമായി ജീവിക്കാനുള്ള കാശും സമാധാനവും ഒക്കെ നേർന്നുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഒരുപാട് സ്നേഹം. സബ്സ്ക്രൈബ് ചെയ്തവരോടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ, ലൈക്ക് എന്തെങ്കിലും ഇവിടുത്തെ കഥയോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് എനി ടൈം. കമൻസിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യേണ്ട കേസാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ചെയ്യും. അല്ലെങ്കിൽ ഐ വിൽ ട്രൈ ടു റെസ്പോണ്ട് ടു കമൻറ്റ്സ്. അപ്പോൾ ശരി.